അപ്പോൾ സിലബസിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് മൂർസ് ലോ. ഓക്കെ, മൂർസ് ലോ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ. ഓക്കെ, ആസിക് ഡിസൈൻ ആണ് വരുന്നത്. ആസിക് ഡിസൈനിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫുൾ കസ്റ്റം, സെമി കസ്റ്റം ആൻഡ് പ്രോഗ്രാമബിൾ. അപ്പോൾ ഇത്രയായിരിക്കും നമ്മുടെ സെക്ഷൻസ് വരുന്നത്. പിന്നെ ഈ സെമി കസ്റ്റമിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ടാവും. ഓക്കെ, അത് നമ്മൾ പഠിക്കും. നമ്മൾ സ്റ്റാൻഡേർഡ് സെല്ലും പഠിക്കും, ഗേറ്റ് അറേയും പഠിക്കും. സിമിലർലി നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കുന്നത് SOC എന്താണ്, FPGA എന്താണ്. FPGA വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ VLSI എടുത്താലും ഇതൊരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. ഓക്കെ, ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഇതെന്ന് പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ഫ്ലോ പഠിക്കും. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് 2 ഡിസൈൻ ഫ്ലോസ്. നമുക്ക് ടോപ്പ് ഡൗൺ ഉണ്ട് ആൻഡ് ബോട്ടം അപ്പ് ഉണ്ട്. പിന്നെ ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് ബൈ ദി എൻഡ് ഓഫ് ദ മോഡ്യൂൾ we'll learn about the speed, power and area considerations while making an integrated chip. So ഇതാണ് നമ്മുടെ സിലബസ്. ഇനി മോഡ്യൂൾ 1 നിന്ന് ചോദിക്കാൻ പറ്റിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തേക്കാണ്. സോ ഇത് കോമൺലി ആസ്ക് ക്വസ്റ്റ്യൻസ്. ആദ്യം വരുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പഠിക്കും ഈ ആസിക് ഡിസൈനിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഫുൾ കസ്റ്റം, സെമി കസ്റ്റം ആൻഡ് പ്രോഗ്രാമബിൾ. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള തന്നെ ഏതെങ്കിലും സംഭവങ്ങൾ തമ്മിൽ കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫുൾ കസ്റ്റം ആൻഡ് സെമി കസ്റ്റം. അതേപോലെ സെമി കസ്റ്റമിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട്, നമുക്ക് സ്റ്റാൻഡേർഡ് സെൽ ബേസ്ഡ് ഉണ്ട്. അതേപോലെ രണ്ടാമത്തെയാണ് നമുക്ക് ഗേറ്റ് അറേ ബേസ്ഡ് വരും. ഇവർ തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കമ്പയർ ബിറ്റ്വീൻ ദി ഗേറ്റ് അറേ ആൻഡ് ദി ഫുൾ കസ്റ്റം ഡിസൈൻ. ഓക്കെ, സിമിലർലി സെക്കൻഡ് ക്വസ്റ്റ്യൻ ദിസ് മൂർസ് ലോ. ഇതും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പാർട്ട് എയിൽ ചോദിക്കാം, 3 മാർക്സിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, പിന്നെ വരുന്നത് വാട്ട് ഇസ് FPGA, എക്സ്പ്ലെയിൻ ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആൻഡ് ഓൾസോ വിത്ത് ദി കറസ്പോണ്ടിങ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദി ആർക്കിടെക്ചർ. സോ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ വരുന്നത് അതിപ്പോൾ എന്താണ് 6 to 8 മാർക്സിനോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത് essay ആയിട്ട്. പിന്നെ നാലാമത്തത് എക്സ്പ്ലെയിൻ ദ ആസിക് ഡിസൈൻ ഫ്ലോ. ഈ ആസിക്കിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻ ഫ്ലോസ് നമ്മൾ പഠിക്കും. ഇതാണ് ടോപ്പ് ഡൗണും ബോട്ടം അപ്പും. അതും ചോദിക്കാം, എഗെയിൻ 6 to 8 മാർക്സിന് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലിസ്റ്റ് ദി അഡ്വാൻറ്റേജസ് ഓഫ് SOC. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ അബൌട്ട് സ്പീഡ്, പവർ ആൻഡ് ഏരിയ കൺസിഡറേഷൻസ് എന്നും പറയാം. ഓക്കെ, ദാറ്റ് കൻ ഓൾസോ ബി എ 3 to 4 മാർക്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയാണ് ഈ മോഡ്യൂൾ 1 ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും.